ഒരു കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടെയുണ്ട് കുറച്ച് പയറല്ല ബീൻസ് ഉണ്ട് ഞാൻ നട്ടത്. അത് പിന്നെ കൊള്ളി കുത്തി കൊടുക്കട്ടെ. ഞാൻ അതിന് കൊള്ളി കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കൊള്ളി കുത്തി കെട്ടാനാണ്. ആ കൊള്ളിയിലാതുകൊണ്ട് നിലത്തേ കൂടി പടർന്നു പോകുന്നു. കൊള്ളി കുത്തിയാൽ ഇങ്ങ് മേലോട്ട് കയറിക്കോളുമല്ലോ. അന്നേരം ഉള്ള ഇത് തേച്ച് ഇങ്ങോട്ട് നമുക്ക് കിട്ടുമല്ലോ. കായ് തേച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. ബീൻസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ആ പടർന്നു പോയിട്ട് ആ 2-3 കൊണ്ട് അവിടെ അവസാനിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോന്നായിട്ട് കുത്തി കൊടുക്കട്ടെ. ഇതേപോലെ ഇപ്പം ഞാനൊന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതിൻ്റെ നടുക്കാന്ന് വെച്ചിട്ടുണ്ട്. വേണ്ട, ഇതിൻ്റെ നടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് കുത്തി കൊടുക്കട്ടെ. ഇല്ല, ഈ പയറിൻ്റെ നടുക്കാൻ കുത്തുന്നു. ഇത് അങ്ങ് മേലോളം കയറില്ല. എന്നാലും ഇതിൻ്റെ എവിടെയെങ്കിലും കുത്താണ്ട് പോയില്ലല്ലോ. ഇപ്പോൾ അതിനാണ് സ്ഥലമില്ല ഇവിടെ വെച്ചാൽ അങ്ങൊന്നും വെക്കുമ്പോണ്ടല്ലോ പ്രാണികളല്ലേ. അങ്ങേ ഭാഗത്തെല്ലാം ഭയങ്കര പ്രാണിയാണ്. ഇവിടെ ആ വെയിലടിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രാണി നിൽക്കുന്നില്ല. അതാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. വേഗം ഉഷാറാകുന്നില്ല, കുറച്ച് വെയിലടിക്കുന്നുണ്ട്. അപ്പുറത്തെ വന്ന് ഇങ്ങനെ വെയിലില്ല, തീരെ ഇല്ല. ഇതിനിപ്പോൾ എന്ന് വെച്ചാൽ ഇതിലെല്ലാം കൊള്ളി ആദ്യം കുത്തിക്കെട്ടിട്ട് ഇതിന് ശേഷം നമുക്ക് അടിയിലെത്തേത് കുത്തിക്കെട്ടുക. കണ്ടില്ലേ, ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഞാൻ എല്ലാ കാര്യവും അങ്ങനെയാണ് ചെയ്തത്. ഇതിപ്പോൾ ഒരു തക്കാളി ഉണ്ടായിരുന്നു, അത് ഞാൻ കുത്തിയുടെ കെട്ടി. ഇതുപോലെ ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇവിടെ വെക്കട്ടെ. ഉണ്ടല്ലേ, ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് കുത്തിയിട്ടാണ് ഞാൻ കെട്ടുന്നത്. ഇതിങ്ങനെ വാരിയുടെ കെട്ടുകൂടെ. ഇത് കെട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് വലിയൊരു ഭാരമില്ല, കുത്തി തറപ്പിക്കേണ്ട ഒന്നും വേണ്ട. ഇതിങ്ങനെ പിടിച്ച് കെട്ടേ വേണ്ടു. എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അത് മറ്റുള്ളവരെ കണക്കാക്കി നിന്നതിനെ കൊണ്ടാകുമ്പോൾ ഒന്നും നടക്കില്ല. ഞാനിപ്പോൾ 2 ദിവസമായി ഇത് വയ്യോട്ടായിപ്പോയി. ഇതിപ്പോൾ ഇതിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് ഒരു വയ്യായിക കൊണ്ടാണ് ഇതിവിടെ ബാക്കിയായിപ്പോയത്. അവിടെ ഇതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂക്കാൻ തുടങ്ങിപ്പോയി. പൂക്കുന്നതിലിടയ്ക്ക് തന്നെ ഇത് ചെയ്യേണ്ടതാണ്. നല്ലപോലെ പൂ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് അതെല്ലാം പോയി. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതിവിടെ വെച്ചേക്കാം. ഇതും കൂടി എടുത്തിട്ട് ഇങ്ങനെയാണ് എടുത്തിട്ട് കുത്തി കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ തന്നെ എടുത്ത് ഇങ്ങനെ ഇതേപോലെ മുകളിലോട്ട് കുത്തി കൊടുത്താൽ നല്ലപോലെ പടർന്ന് പോയിക്കോളും. പടർന്ന് പോയി നമുക്കത് ഒരു ഇതായിട്ട് വരും. നമുക്ക് എൻ്റെ ഇവിടെ എയർലി പ്ലാവ് ഉണ്ടെന്ന് അത് ചക്ക ഉണ്ടാവുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തോ ഒരു അവസ്ഥയിൽ കാണുന്നുണ്ട്, നല്ലൊരു അവസ്ഥയിൽ കാണുന്നുണ്ട്. നോക്കാം. ഇത് ഞാനിവിടെ 2 എണ്ണം ജാസ്തി ഉണ്ട്. ഇതൊന്നും എടുത്തിട്ട് ഞാൻ ഇപ്പുറത്തെ നടുവേന്. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് വേറെ വേണ്ട. അന്നേരം വെറുതെ എന്തിനാ ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഇവിടെ വെച്ച് കൊടുത്തു. കണ്ടില്ലേ, ഒരുപാട് വേണ്ട. ഇത് ചുറ്റുമായി കെട്ടിയുടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയല്ലേ കൊള്ളിയെല്ലാം ഉണ്ടാക്കണ്ടു. ഇത് അത്രയും ഉണ്ടാവില്ല. ഉണ്ടല്ലേ, ഇതേപോലെ ഇവിടെ വെച്ച് കൊടുക്കാം. ഇതന്നേരം നമുക്ക് ഇത് വേറെ ഒന്നും നടാനുണ്ട്, അത് നടാം. വേറെ നടാൻ പറ്റും. വേറെ ആ തക്കാളി എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി, അതിപ്പോൾ എടുത്ത് നടണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതുള്ളത്. ഇവിടെ അതിന് ഒന്നും കൂടി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് വളരുന്നുണ്ട്. ഇതും കൂടി ഇവിടെ നട്ട് കെട്ടി കൊടുക്കട്ടെ. ഉണ്ടല്ലോ ഇവിടെ. ഇതും കൂടി എടുത്തിട്ട് നമുക്കിവിടെ കെട്ടി കൊടുക്കാം. എല്ലാവരും നമ്മളെ കൃഷീനെ എങ്ങനെ നോക്കുന്നുണ്ടോ അതുപോലെ നമുക്ക് അനുഭവങ്ങൾ തരും. അല്ലെങ്കിലുണ്ടല്ലോ അവർ കൃഷി ചതിക്കും. നമ്മൾ കൃഷീനെ നോക്കുന്നില്ലെങ്കിൽ നമ്മളെയും ചതിക്കും. അതുകൊണ്ട് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ കൃഷി നട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അവരെ പരിപാലിക്കുക. അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരോട് സംസാരിക്കുമോ, ഈ കൃഷികളോടെല്ലാം നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ ഉഷാറായിട്ട് നമുക്ക് ഇങ്ങോട്ട് തരണേ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു സുഖമാണ്, സന്തോഷമാണ്. പക്ഷേ നമ്മളത് ചെയ്യാണ്ടിരുന്നാൽ അവർക്കതൊരു ഏല് കിട്ടൂല. നമ്മളെ ഇതെല്ലാം വരുമോ നോക്കും, തല തൊടുവും, അവരെ പരിചരണം എല്ലാം കാണുമ്പോൾ അവർക്കും വളരെ സന്തോഷം. വന്നേരം അവർ നല്ല നീണ്ടു പോയിക്കോളും. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവരൊന്നും നല്ലത് ചെയ്യില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കൃഷിയെ പരിപാലിക്കുന്നത് പോലെ തന്നെ പരിപാലിക്കണം.
എല്ലാവരും പിന്നെ കൃഷിയിൽ മുന്നോട്ടേക്ക് വരിക. ഈ പിന്നെ ആടിയിടിയും കുത്തിയിരിക്കാതെണ്ടും പിന്നെ ഈ ചെറിയ പിള്ളേരായാലും ഇന്നിപ്പം കഞ്ചാവും അതും ഇതും കൊണ്ടാണ് നടക്കുന്നത്. അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ കൃഷിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ രാജ്യം തന്നെ നന്നാവും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാര്യമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങി വരിക. ഒന്നും വേണ്ട, നിങ്ങൾ ദൂരെ ഒരുപാടൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഒരു നിങ്ങളെ വീട്ടാവശ്യത്തിനുള്ള ഒരു കൃഷി മാത്രം ചെയ്താൽ മതി. ഒരുപാട് നിങ്ങൾ കൃഷി ചെയ്തിട്ട് ബുദ്ധിമുട്ടണ്ട. കുറച്ച് മാത്രം ചെയ്ത് നിങ്ങൾക്ക് അതിന് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് വിടാൻ തോന്നൂല. അത് ഞാൻ ഒഴിവാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നൂല. മനസ്സിലായില്ലേ? ഇപ്പൊ എന്ത് കൃഷിയായാലും എന്തെന്നായാലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കപ്പ കൃഷി നട്ടു കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം നമുക്ക് അതുപോലെ നടണം തോന്നും. അതാണ് ഈ കൃഷീൻ്റെ ഒരു ഗുണം. ഇവിടെ നിങ്ങളെല്ലാവരും എന്താ വേണ്ടത് വെച്ചാൽ കൃഷിയിലേക്ക് മുന്നോട്ട് വരിക. കൃഷിയിൽ മുന്നോട്ട് വന്നിട്ട് നമ്മളെല്ലാവരും ഇതേപോലെ ഇതാണ് ഇങ്ങനെ കൊള്ളി കുത്തിയിട്ടാണ് കെട്ടിക്കൊടുക്കുക. ഇനിയിപ്പം അതിൻ്റെ വേണിച്ചാൽ ഇതിൻ്റെ തല കുത്തി കെട്ടി കൊടുക്കണം. ഇതിൻ്റെ തലയെല്ലാം പടർന്നിട്ടുണ്ട്. ഇതെല്ലാം പടർന്നിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കണം. അത് അവർക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു വഴി ഇട്ടിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ അന്നേരം അവരങ്ങനെ പോയിക്കോളും. അങ്ങനെയാണ് കൃഷി സാധാരണ. കണ്ടില്ലേ? ഇതേപോലെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെയുള്ള ബീൻസിനെല്ലാം ഞാൻ കെട്ടിക്കൊടുത്തു. ഇനി കുത്തിക്കെട്ടു. ഇനിയിപ്പോൾ നമുക്കത് കെട്ടുക വേണ്ടത്. അത് കയറിട്ടിട്ട് കെട്ടണം. അതിനെ പിടിച്ചിട്ട് കെട്ടണം. അതിനിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഞാനിവിടെ പാള കീറിയിട്ട് കൊണ്ടിട്ടുണ്ട്. പാള നായര് കണ്ടില്ലേ? ഇതാ നല്ലത്. ഈ പാള ചെറുങ്ങനെ കീറിയിട്ട് നമ്മളിവിടെ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ പാള എടുത്തു കഴിഞ്ഞാലെന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഒന്നും ആ വള്ളിക്കും തരാറ് വരില്ല. മറ്റേ പ്ലാസ്റ്റിക് എല്ലാം ആകുമ്പം ആ വലിച്ചു കെട്ടുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞു പോയി എന്നെല്ലാം വരും. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നും വരില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കെട്ടുകയും ചെയ്യാം, ഇഷ്ടംപോലെ കെട്ടുകയും ചെയ്യാം. ഒന്നും നഷ്ടവും വരുന്നില്ല. ഇത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ തനിയെ പൊട്ടിപ്പോയിക്കോളും. പ്ലാസ്റ്റിക് ആകുമ്പോൾ അത് നമ്മൾ മുറിച്ച് കളയണം. ഇതിപ്പോൾ കണ്ടില്ലേ? ഇതേപോലെ ഇത് കണ്ടല്ലോ, ഇത് പൂത്ത് കഴിഞ്ഞു, നല്ലപോലെ പൂക്കുന്നുണ്ട്. അപ്പോൾ ഇത് കെട്ടിക്കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. കുറച്ച് മുമ്പേ നമ്മൾ ഇത് കെട്ടിയിട്ട് കൊടുക്കണേ. ഞാൻ വിചാരിച്ചു ഇത് പടരൂല എന്നാ വിചാരിച്ചു. പടർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ലേശം പൊന്തിച്ച് കെട്ടി കൊടുക്കണം. അല്ലെങ്കിൽ കണ്ടില്ല, അതെല്ലാം അങ്ങനെ ആയിപ്പോവും. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ പൊന്തിച്ച് കെട്ടിക്കൊടുത്താൽ തല പൊട്ടി പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. ഇതെല്ലാം പൂത്ത് തുടങ്ങി. ഇത് നിലത്തേക്കൂടി ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളെ കായ് ഉണ്ടാവില്ല, കുറയും, അതിൻ്റെ ശക്തി കുറയും, നമ്മളെ ആരോഗ്യം കുറയും പോലെ ആയിപ്പോ. നമ്മൾ നിലത്തേക്ക് വീണുപോയാൽ പിന്നെ നമ്മളെ ആരോഗ്യം കുറഞ്ഞില്ലേ, അതുപോലെ ആവും. ഇനിയിപ്പോൾ ഒരു വെള്ളം വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കണത്രേ. ഇനി കുത്തും ഇതെല്ലാം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മരുന്നടിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ പയറിന് ഇല്ലെങ്കിൽ സൂക്കേട് വരുന്നുണ്ട്. കുറച്ച് ചാരെല്ലാം കൂട്ടിയിട്ട് അടിച്ചു കൊടുക്കണം. ഒരു മരുന്ന് അടിച്ചു കൊടുത്തെങ്കിൽ ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇത് പടരുന്ന സൈസാണ്. പക്ഷെ ഞാനത് കീർത്തിച്ചില്ല. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് പടരുമൊന്നുമില്ല എന്നാണ് വിചാരിച്ചിന്, ബീൻസ് അല്ലേന്ന്. പക്ഷെ ബീൻസും പടരുന്നുണ്ട്. ബീൻസ് പടരുന്നതും ഉണ്ട് പോലും പടരാത്തതും ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇനിയിപ്പം ഞാനിത് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അതിൽ നിലത്തേക്ക് വിടാമെന്നാണ് വിചാരിച്ചിന്. അപ്പോൾ ഇതിപ്പം നമുക്കൊന്ന് കെട്ടിക്കൊടുക്കട്ടെ. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ അതിനൊന്നും തൊട്ടുപോറ് ഇതിൻ്റെ തകരാറൊന്നിനും വരാൻ വേണ്ടി ഇത് കെട്ടുമ്പം നമ്മൾ ഈ തല മാത്രം അതിൻ്റെ അളുക്ക് നോക്കി കെട്ടുന്നതല്ലാതെ ഉണ്ട് നമ്മൾ അതിനൊരു കേടും വരുത്തരുത്. അതിൻ്റെ തലക്കോ അതിൻ്റെ പൂവിനോ ഒന്നിനും ഒരു കേട് വരുത്താതെ കൊണ്ട് നമ്മൾ ചെയ്യണം. കേട് വരുത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ തല പോയി. പിന്നെ അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ ഈ പേരക്കക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് നല്ലപോലെ കായും ഇതെല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതും കൂടി ചെയ്യാനുണ്ട്. ഇപ്പം കണ്ടില്ലേ? അതേപോലെ ഈ പിന്നെ ഇതുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, അതെല്ലാം കെട്ടിക്കൊടുക്കണത്രേ. ഇപ്പോൾ കണ്ട ഇത് ഞാൻ ഇത് കൂടി ഇങ്ങോട്ട് കെട്ടിക്കൊടുക്കും. ഇനി ചാണകമെല്ലാം കലക്കി കൊടുത്തില്ല. ഇതെല്ലാം കൊടുത്ത് വളം കൊടുക്കൽ കുറവാണ്. ഇനി ഇപ്പറം ഞാനിവിടെ ഇപ്പം എടുത്ത് കൊണ്ടച്ചനേ ഉള്ളൂ. അതാണ് ഈ ലേശം ഉഷാറ് കുറവ്. ഇല്ലെങ്കിൽ നല്ല ഉഷാറുണ്ടാവും. ഒന്നാമത് വെക്കാനൊരു സ്ഥലം പോരാ, വെയിലുള്ള സ്ഥലം വേണ്ടേ. അതില്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുന്നു. എന്നെ നോക്കി കരയലാ ഇവരെല്ലാവരും. ഇതേ നമുക്ക് വെയിലില്ല, നമുക്ക് വെള്ളം വേണം, അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ പറയലാ ഇവര്. അതുകൊണ്ട് നമ്മൾ അത് അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്കിപ്പം വെയിൽ കൊടുക്കാൻ ഇത്രേ സാധിക്കൂലൂ. അതുകൊണ്ട് ഇക്കൽ ഏതായാലും ഇവരോട് ഞാൻ പറഞ്ഞു, ഇക്കൽ ഇങ്ങനെ ആവൂലൂ, നമുക്ക് വരുന്നതിന്
മരമെല്ലാം മുറിച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കളഞ്ഞിട്ട് ഞങ്ങൾ നല്ല അടിപൊളി സ്ഥലത്തേക്ക് ഞാൻ മാറ്റിത്തരും. ആ കാറ്റ് പേടിക്കണ്ടെന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർ ചെയ്യട്ടെ. എന്നാൽ പിന്നെ നമുക്കൊരു സമാധാനമായി, അവർക്കൊരു സമാധാനമായില്ലേ. പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും മനസ്സിലാവുമല്ലോ ശരിയാണ് ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഇതുപോലെ ഇത് ചെയ്യാം. കണ്ടില്ലേ, ഇതിപ്പം നമുക്കിപ്പം എല്ലാം ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്ക് ഒന്നും കൂടി നട്ടാൽ നമുക്ക് ആദ്യം കുറച്ചും കൂടി നടുക. നട്ടാലുണ്ടല്ലോ നമുക്ക് ഇഷ്ടംപോലെ പറിക്കാനാവും, വേണ്ടുന്നത്ര വരും. ഇന്നിപ്പോൾ ഞാൻ രാവിലെ വെള്ളം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു ഏലുകേടുണ്ട്. അത് അവർ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ അവസ്ഥ. കണ്ടില്ലേ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ കെട്ടിക്കൊടുത്തെല്ലാം കണ്ടല്ലോ. ഇതേപോലെ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയായിട്ട് വീണ്ടും വരുന്നവരെ ഞാനിപ്പോൾ ഇത് ബീൻസിന് കെട്ടിക്കൊടുക്കുമായിരുന്നു. ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു, നിങ്ങൾ ഇതുപോലെ കെട്ടിക്കൊടുക്കണം. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇത് കണ്ട, ഈ തക്കാളി ഒന്ന് നട്ടു കൊടുക്കണം. കണ്ട ഇതൊന്ന് ഞാൻ നട്ടു കൊടുക്കട്ടെ. പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്, അത് ചെയ്യിക്കും. എന്നാൽ പിന്നെ ഇന്ന് അത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി.